സ്ഥാനാർത്ഥികളും അവരുടെ പാർട്ടികളും മുന്നണികളും ഒക്കെ തന്നെ കൊട്ടിക്കലാശത്തിന് വലിയ തയ്യാറെടുപ്പ് നടത്തിയിരിക്കുന്ന പോലെ നമ്മളും അതുപോലെ തയ്യാറെടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ഏറ്റവും ചാരുത നിറഞ്ഞ ദൃശ്യങ്ങൾ, അതിൻ്റെ ആവേശപ്പൊലിമ നഷ്ടപ്പെടാതെ അതിൻ്റെ ഓരോ ദൃശ്യവും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാങ്കേതികമായ തീരുമാനങ്ങൾ കൂടി സൗകര്യങ്ങൾ കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്കൊപ്പം തന്നെ തുടരുക. വൈകുന്നേരം 4 മണിക്കാണ് കൊട്ടിക്കലാശം. കലാശക്കൊട്ടിൻ്റെ ഓരോ നിമിഷവും ആ കൊട്ടിൻ്റെ മാസ്മരികതയിൽ പ്രേക്ഷകരിലേക്ക് സന്നിവേശിപ്പിക്കും 24 ഉറപ്പ്. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ 21 മിനിറ്റും 48 സെക്കൻഡും. ലോക്സഭാ മണ്ഡലം രൂപീകരിക്കപ്പെട്ടത് മുതൽ ഇടത്തോട്ട് ചാഞ്ഞ ചരിത്രമാണ് കാസർഗോഡിനുള്ളത്. എന്നാൽ കഴിഞ്ഞ തവണ കളം മാറി ചിന്തിച്ചു. കാസർഗോഡ് മണ്ഡലം തിരികെ പിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇപ്പോൾ ഇടതുമുന്നണി. വികസനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഇവിടെ UDF സ്ഥാനാർത്ഥി നിങ്ങൾക്കറിയാം, അവിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ സിറ്റിംഗ് MP, LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ, അതുപോലെ ML അശ്വിനിയാണ് NDAയുടെ സ്ഥാനാർത്ഥി. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് തത്സമയം ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, കൊട്ടിക്കലാശിലേക്ക് കാസർഗോഡ് പോകാൻ ഒരുങ്ങുമ്പോൾ കലാശക്കൊട്ടിനപ്പുറം എന്താണ് ഈ മണ്ഡലത്തിൻ്റെ നിശബ്ദമായ ചിന്ത? SKN അതുതന്നെയാണ്. ഇന്നിപ്പോൾ കൊട്ടിക്കലാശം നടക്കാനിരിക്കുകയാണ്. മുന്നണികളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആവേശത്തിലാണ്. കാടടച്ചുകൊണ്ടുള്ള പ്രചരണ പരിപാടികളൊക്കെ തന്നെ കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്താണ് കാസർഗോഡ് കരുതി വച്ചിരിക്കുന്ന സസ്പെൻസ് എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിന്റെ, അതായത് 30 വർഷത്തിലധികം ഇടതുപക്ഷത്തിന്റെ കയ്യിലുണ്ടായിരുന്ന മണ്ഡലമാണ് രാജ്മോഹൻ ഉണ്ണിത്താനിലൂടെ UDF തിരിച്ചുപിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത്തവണയും അത് ആവർത്തിക്കുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. രാജ്മോഹൻ ഉണ്ണിത്താന് അപ്പുറത്തേക്ക് മറ്റ് 2 സ്ഥാനാർത്ഥികളും അധികം പ്രസിദ്ധി നേടിയതല്ല. അതായത് കാസർഗോഡ് ജില്ലയ്ക്ക് പുറത്ത് അറിയപ്പെടുന്ന ആളുകളല്ല എന്നുള്ളതാണ് ഒരു ശ്രദ്ധേയമായ ഒരു കാര്യം. എന്തായാലും CPIM-ന്റെ ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണനെ തന്നെ മണ്ഡലം തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി LDF ഇറക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് സംഘടന CPIM-ന്റെ അല്ലെങ്കിൽ LDF-ന്റെ മുഴുവൻ സംഘടനാ രീതികളും ഉപയോഗിച്ചുകൊണ്ട്, സംഘടനാ ശ്രമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തവണ ഈ മണ്ഡലം, ഇടതുപക്ഷത്തിൻ്റെ മണ്ഡലം തിരിച്ചു പിടിക്കും എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തിലാണ് LDF ഉള്ളത്. ആ വിശ്വാസത്തിന് അവരുടെ പ്രചരണ പരിപാടികളൊക്കെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ രാജ്മോഹൻ ഉണ്ണിത്താനാവട്ടെ കഴിഞ്ഞ 5 വർഷം ഈ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് രാജ്മോഹൻ ഉണ്ണിത്താനുള്ളത്. ഇത്തവണയും ഈ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി തന്നെ വിജയിക്കും. മാത്രമല്ല രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ആദ്യ വോട്ട് കൂടിയാണ് ഇത്തവണ, അതായത് കാസർഗോഡ് മണ്ഡലത്തിലെ ആദ്യ വോട്ട് കൂടിയാണ് ഇത്തവണ. അതിൻ്റെയൊക്കെ വലിയ രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം ഈ മണ്ഡലത്തിൽ നടത്തിയ വികസന പദ്ധതികളൊക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള പ്രചരണമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ നടത്തുന്നത്. NDA വലിയ നിർണായക ശക്തിയൊന്നുമല്ലെങ്കിലും NDAയുടെ വോട്ട് അത് മറ്റുള്ള 2 മുന്നണികളെയും അവരുടെ വിജയസാധ്യതകളെ സ്വാധീനിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ 1,76,000 വോട്ടാണ് 2019 BJPയുടെ ഇന്നത്തെ ജില്ലാ പ്രസിഡന്റായിരുന്ന രവീശ് തന്ത്രി കുണ്ടാറായിരുന്നു അന്ന് മത്സരിച്ചത്. അന്ന് 1,76,000 വോട്ട് NDA നേടിയിരുന്നു. എന്നാൽ ഇത്തവണ NDA സ്ഥാനാർത്ഥി എത്ര വോട്ട് പിടിക്കും എന്നുള്ളത് ശ്രദ്ധേയമായൊരു കാര്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് 2 മുന്നണികളുടെയും വിജയസാധ്യത നിലനിൽക്കുന്നത്. എന്തായാലും രാജ്മോഹൻ ഉണ്ണിത്താനും MV ബാലകൃഷ്ണനും ഒരു ശക്തമായ ആത്മവിശ്വാസത്തിൽ തന്നെയാണുള്ളത്. ഇത്തവണ മണ്ഡലം തിരിച്ചു പിടിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസത്തിൽ MV ബാലകൃഷ്ണനുണ്ട്. EK നായനാർ, അതായത് EK നായനാരെ പോലും തറപറ്റിച്ചൊരു മണ്ഡലമാണ് ഇതെന്ന് വേണം പറയാൻ. എന്തായാലും അതിൻ്റെയൊക്കെ ഒരു ആത്മവിശ്വാസം രാജ്മോഹൻ ഉണ്ണിത്താനുണ്ട്. SKN. ഓക്കെ, താങ്ക് യു. അരുൺ പാറട്ടാണ് കാസർഗോഡ് മണ്ഡലത്തിൽ നിന്ന് നമുക്കിപ്പം ചേർന്ന്. അവിടെയും മത്സരത്തിൻ്റെ തീവ്രതയ്ക്കും ചൂടിനും ഒന്നും കുറവില്ല.